ഗൈസ്, അപ്പൊ ഞാൻ നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമയും കണ്ടിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റഡ് ബൈ നമ്മുടെ സ്വന്തം ജീത്തു ജോസഫ്. അഭിനയിച്ചിരിക്കുന്നവര് ബേസില് സിദ്ദിഖിക്ക, സൈജു കുറുപ്പ്, മനോജ് കെ ജയൻ, ബിജു ചേട്ടൻ, ബൈജു ചേട്ടൻ, അജു ചേട്ടനുണ്ട്. പിന്നെ ആരുടെ അൽതാഫ് സലീം പുള്ളിയുണ്ട്. അങ്ങനെ ഒരു വമ്പൻ താരനിര. ഇപ്പൊ ഫീമെയിൽ ലീഡ്സ് ആണെങ്കിൽ സ്വാസിക, ഗ്രേസ് ആന്റണി, നമ്മുടെ നിഖില വിമല്, ലെന തുടങ്ങിയവരൊക്കെ ഉള്ള സത്യം പറഞ്ഞ ഒരു ഫൺ ടു വാച്ച് മൂവി. കട്ട കോമഡിയും നല്ല നല്ല കുറെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ജോക്സും. ബേസിലും സിദ്ദിഖിക്കയും ബൈജു ചേട്ടനൊക്കെ കൂടി അടിച്ചങ്ങ് വാരി തന്നിട്ടുണ്ട് പടം. വായിലല്ല, അടിച്ചങ്ങ് വാരി തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടിച്ചങ്ങ് കയറ്റിയിട്ടുണ്ട് കോമഡി. അത് നല്ല രീതിയിൽ തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായം. നമുക്കിങ്ങനെ എന്താ പറയുക, ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും പോയിരുന്ന് ചിരിക്കാൻ പറ്റിയൊരു പടം. ജസ്റ്റ് നമുക്ക് ഒന്ന് എൻജോയബിൾ ആവും, മൈൻഡൊക്കെ ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് ചുമ്മാ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു പടം. അത് കൂടുതലായിട്ട് ഇങ്ങനെ പറയാനല്ല, ഒരു ചെറിയൊരു സംഭവത്തിന്റെ ബേസ് ചെയ്താണ് പടം തുടങ്ങുന്നത്. പടം തുടങ്ങിയ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എവിടെ പോയി എൻഡ് ചെയ്യും എന്നുള്ള കാര്യം. അത്ര എന്താ ട്വിസ്റ്റ് ഓട്ടാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര പ്രൊഡക്റ്റബിൾ ആണ്, കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ആ ഒരു നുണക്കുഴി എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെ വെച്ച് നുണകളുടെ ഒരു കൂമ്പാരം വെച്ച് ഉള്ള ഒരു കഥ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബൈജു ചേട്ടൻ്റെ ഒക്കെ ഒരു സാധനമൊക്കെ ഉണ്ടേ സെക്കൻഡ് ഹാഫിൽ. അതൊക്കെ നമുക്ക് എന്താ പറയാ, പുള്ളി ബാക്ക് ടു ബാക്ക് കൗണ്ടേഴ്സ് ആണ്. ഓരോ പുള്ളിന്റെ വായി എന്ന് പറഞ്ഞാൽ ഓരോ വാക്കിലും ഓരോരോ കോമഡി ഉണ്ടായിരുന്നു. ആ കംപ്ലീറ്റ് തിയേറ്റർ മൊത്തം ഇരുന്ന് ഒരു ചിരി മേളമായിരുന്നു. ഞാനും നല്ലോണം ചിരിച്ചു, മനസ്സ് തുറന്ന് ചിരിച്ചു, പറയാതിരിക്കാൻ വയ്യ. വാഴ കാണുന്നതിന് മുമ്പാണ് ഞാൻ ഇത് കയറി കണ്ടത്. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, വാഴയാണോ ഉണക്കുഴിയാണോ അല്ലോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ വാഴയ്ക്ക് പോയാൽ മതി. ഫാമിലി ആൻഡ് യൂത്തിന് പറ്റിയ പടമാണത്. ഇത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ടൈം പാസിന് വേണ്ടി ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്നു ജസ്റ്റ് ഒന്ന് കണ്ടു മറക്കാനുള്ളൊരു പടം. ഫൺ ടു വാച്ച്. നല്ല എന്റർടൈനർ ആയിരുന്നു. യാ.